ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്മാർട്ട് സ്കോളർഷിപ്പ് മെയിൻ എക്സാം 2025-26 നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. നമുക്ക് ഒന്നാമതായിട്ട് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ചെയ്താൽ മുഅ്മിനാകും. എന്താണ് നീ ചെയ്താൽ മുഅ്മിനാകുന്നത്? ഓപ്ഷൻ ബി, നീ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം. നമുക്കിഷ്ടപ്പെട്ടത് നമ്മുടെ സഹോദരന്മാരും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അതാണ് ഓപ്ഷൻ ബി. അടുത്തത് എന്താണ്? 23 പേനകൾ എന്നതിൻ്റെത് ഏതാണ്? ഓപ്ഷൻ എ, സലാസത്തു വൈശ്രൂന കലമൻ എന്നതാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി. അടുത്തത് മൂന്നാമത്തത് ഒഹിബു സോലിഹീന വലസ്തു മിൻഹും. ഷാഫിഈ റളിയല്ലാഹു അൻഹു സോലിഹുകളെ സ്നേഹിക്കാൻ കാരണം എന്താണ്? ഓപ്ഷൻ ഡി, പരലോകത്ത് ശുപാർശ ലഭിക്കാനാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി എന്നത് ശരിയാണ് ഏർപ്പെടുത്തുക. അടുത്തത് എന്താണ്? വലസൗഫ യൂതീക റബ്ബുക ഫതർല. ഈ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് എന്താണ്? ഈ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ബി, പരലോകത്ത് മഹത്തായ പദവികൾ. അതാണ് ഈ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. അടുത്തത് അഞ്ചാമത്തത് എന്താണ്? ഔസത്തു അബ്വാബിൽ ജന്ന. ഇതിൻ്റെ വ്യാഖ്യാനം എന്താണ്? നടുവിലെ വാതിലുകൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മാതാപിതാക്കൾ സ്വർഗ കവാടത്തിൻ്റെ മധ്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? ഓപ്ഷൻ ബി, നടുവിലെ വാതിലുകൾ എന്നതാണ്. അടുത്തത് ആറാമത്തത് പ്രയാസമുള്ളവർക്ക് ധർമ്മസമരത്തിൽ പങ്കെടുക്കുന്നതിന് ഇളവുണ്ട് എന്ന് വഹി ഇറങ്ങിയത് ഏത് സഹാബിയുടെ കാര്യത്തിലായിരുന്നു? ഓപ്ഷൻ സി, അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹം അന്ധനായിരുന്നു. അതാണ് അവിടെ ഓപ്ഷൻ സി. അടുത്തത് എന്താണ്? ഇസ്മത്തുഹും കസാഇറിൽ മലായിക്കത്തി വാജിബത്തുൻ ഡാഷ്. എന്താണ് ഈ പദ്യവരി പഠിപ്പിക്കുന്നത്? എന്താണ്? ഓപ്ഷൻ ബി, നബിമാർ പാപം ചെയ്യാത്തവരാകൽ നിർബന്ധമാണ്. നബിമാർ പാപം ചെയ്യാത്തവരാകൽ നിർബന്ധമാണ് എന്ന ഓപ്ഷൻ ബി ആണ് അവിടെ ശരി ഉത്തരം. അടുത്തത് 8, വിശുദ്ധ ഖുർആനിൻ്റെ മറ്റൊരു പേര്. വിശുദ്ധ ഖുർആനിൻ്റെ മറ്റൊരു പേരാണ് തൻസീൽ. തൻസീൽ എന്ന ഓപ്ഷൻ ഡി. അടുത്തത് ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ. ഈ ഖുർആൻ വാചകത്തിൻ്റെ സാരം. ഈ ഖുർആൻ വാചകത്തിൻ്റെ സാരം എന്താണ്? ഓപ്ഷൻ എ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാത്രം അനുസരിക്കുക. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാത്രം അനുസരിക്കുക എന്നതാണ്. അടുത്തത് പത്താമത്തത് മൂർദാവ്. മൂർദാവ് എന്നർത്ഥമുള്ള പദം. മൂർദാവ് എന്നർത്ഥമുള്ളത് ഓപ്ഷൻ എ, സ്വദൾ. സ്വദൾ എന്ന ഓപ്ഷൻ എ ആണ്. അടുത്തത് ഈജിപ്തിൽ നിന്നും ബനു ഇസ്രായേലരുമായി രക്ഷപ്പെടുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വയസ്സ് എത്രയായിരുന്നു? വയസ്സ് മൂസാ നബി അലൈഹി ഇസ്ലാം 70 വയസ്സുള്ളപ്പോഴാണ് ഈജിപ്തിൽ നിന്ന് ബനു ഇസ്രായേലരുമായി രക്ഷപ്പെടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കട്ടോ. 70 വയസ്സ് ഓപ്ഷൻ ബി. അത് റബ്ബി കത് ആത്തൈത്തനി മിനൽ മുൽക്കി വല്ലംതനി മിൻ തഅ്വീലി. ഇതാര് ദുആ ചെയ്തതാണ്? യൂസുഫ് അലൈഹി ഇസ്ലാം ദുആ ചെയ്തതാണ്. ഓപ്ഷൻ എ. അടുത്തത് താഴെ കൊടുത്തവരിൽ കാലക്രമത്തിൽ അവസാനത്തെ പ്രവാചകൻ യാക്കൂബ് അലൈഹി ഇസ്ലാമാണ്. ഇവിടെ കൊടുത്തതിൽ അവസാനത്തെ പ്രവാചകൻ യാക്കൂബ് അലൈഹി ഇസ്ലാം. ഓപ്ഷൻ സി. അടുത്തത് ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ ജനതയ്ക്ക് ശിക്ഷ ലഭിച്ച ഗ്രാമം ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ചാവുകടലിലാണ്. ഓപ്ഷൻ ബി, ചാവുകടലിലാണുള്ളത്. അടുത്തത് 15, മലക്കുകളെക്കാളും ജിന്നുകളെക്കാളും ആദം അലൈഹിസ്സലാമിനു പദവി ലഭിക്കാനുള്ള കാരണം എന്തായിരുന്നു?
വിജ്ഞാനാണ്. അറിവ് നൽകിയാണ് അല്ലാഹു തആല ആദം അലൈഹി ഇസ്ലാമിനെ ഉന്നതനാക്കിയത്. വിജ്ഞാനം. ഓപ്ഷൻ എ. 16 ഇസ്മായിൽ അലൈഹി ഇസ്ലാം മക്കയിൽ എത്തുന്നതിന് മുമ്പ് അറബി ഭാഷ സംസാരിച്ചിരുന്ന ഒരു സമൂഹം ജുർഹും ഗോത്രക്കാരിൽ നിന്നാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാം അറബി പഠിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് എന്താണ്? ഹർഫുൽ ലീനക്ഷരം ഉള്ള ഒരു പദം ഏതാണ്? ഖൗഫ്. ഫതഹയുടെ ശേഷം വന്ന സുക്കൂനുള്ള വാവു യാഉ ആണ് ലീനക്ഷരമുള്ള ഖൗഫ് എന്നതാണ്. വാവിന് സുക്കൂനുള്ള വാവാണ്. അപ്പോൾ അതാണ് ഓപ്ഷൻ ബി. അടുത്തത് നാവിൻ്റെ മുരടും അണ്ണാക്കും ചേർത്ത് തഫീം ചെയ്ത് കാറ്റില്ലാതെ ഉച്ചരിക്കേണ്ട അക്ഷരം ഏത്? ഓപ്ഷൻ എ ഖാഫാണ്. ഖാഫ്. നാവിൻ്റെ മുരടും അണ്ണാക്കും ഇവിടെ നിന്ന് കാറ്റില്ലാതെ തഫീമോടെ പുറപ്പെടുന്ന അക്ഷരം ഖാഫാണ്. ഓപ്ഷൻ എ. അടുത്തത് 19 റബ്ബന വ ആത്തിന മാ വഅത്തന അലാ റുസുലിക വലാ തുഹ്സിന. ഇത് എപ്പോൾ ചൊല്ലേണ്ടതാണ്? ഉറക്കിൽ നിന്നുണർന്നാൽ. നമ്മൾ തജ്വീദിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉറക്കിൽ നിന്നുണർന്നാൽ ചൊല്ലേണ്ടത്. അപ്പോൾ അതിൽ അവസാനത്തെ ഭാഗമാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഉറക്കിൽ നിന്ന് ഉണർന്നാൽ എന്നതാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. അടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഖുർആൻ ക്രോഡീകരണത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഓപ്ഷൻ സി. അടുത്തത് എന്താണ്? മാഹിറു ഫിൽ ഖുർആനി മാ സഫറത്തിൽ കിറാമി. ഇവിടെ മാഹിറു ഫിൽ ഖുർആനി ആരാണ് എന്നാണ്. ആരാണ്? ഖുർആൻ നന്നായി പഠിച്ച് പാരായണം ചെയ്യുന്നവൻ. ഓപ്ഷൻ എ. ഖുർആൻ നന്നായി പഠിച്ച് പാരായണം ചെയ്യുന്നവനാണ്. അടുത്തെന്താണ്? സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആമിന് തൊട്ടു മുമ്പുള്ളത് ഏതാണ്? 6ാമത്തെ സൂറത്താണ് സൂറത്തുൽ അൻആം. അപ്പോൾ 5ാമത്തെ സൂറത്ത് അൽ മാഇദയാണ് 5ാമത്തെ സൂറത്ത്. അതാണ് അൻആമിന് തൊട്ടു മുമ്പ്. അടുത്തത് വലഹും ഫീഹാ മനാഫിയു വ മഷാരിബു. ഖുർആനിലെ ഈ വചനം ഉൾപ്പെട്ട സൂറത്തുൽ യാസീനിൽ നിന്നാണ്. ഓപ്ഷൻ ഡി. അടുത്തത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽപ്പെട്ട ജഹർ. എന്താണ് ജഹർ? ജഹർ എന്താണ്? ഉച്ചാരണ സമയത്ത് കാറ്റ് പുറപ്പെടാതിരിക്കൽ. ഹംസ് കാറ്റോടുകൂടി പുറപ്പെടുന്നതാണ് ജഹർ. ഉച്ചാരണ സമയത്ത് കാറ്റ് പുറപ്പെടരുത്. അപ്പോൾ അവിടെ ഓപ്ഷൻ ബി എന്നതാണ്. ഓപ്ഷൻ ബി. അടുത്തത് 25 അവർക്ക് ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളുക. ആരാണ്? പതിവായി മസ്ജിദിലേക്ക് പോകുന്നവരെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ ഡി. മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ പറ്റിയിട്ടാണ്. അവർക്ക് ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളുക. ഓപ്ഷൻ ഡി. 26 താഴെ കൊടുത്തവയിൽ തസ്വീബ് എന്ത്? ഏതാണ് തസ്വീബ്? ഓപ്ഷൻ എ. സുബ്ഹ് ബാങ്കിലെ അസ്സലാത്തു ഹൈറും മിനന്നൗ. ഇതാണ് തസ്വീബ്. മനസ്സിലാക്കട്ടാ. ഓപ്ഷൻ എ ആണ്. അടുത്തത് 27 നിസ്കാരം ഹറാമായ സമയത്ത് പാടില്ലാത്തത്. നിസ്കാരം ഹറാമായ സമയത്ത് എന്താണ്? ഓപ്ഷൻ ഡി. ഖളാ ആയ നിസ്കാരം ആ സമയത്തേക്ക് മാറ്റിവെക്കൽ. ഖളാ ആയ നിസ്കാരം ആ സമയത്തേക്ക് മാറ്റിവെക്കൽ നിസ്കാരം ഹറാമായ സമയത്ത് പാടില്ലാത്തതാണ്. അടുത്തത് എന്താണ്? 28 ഖുർആനിലും ഹദീസിലും ഇല്ലാത്തവയുടെ വിധി കണ്ടെത്താൻ ഇജ്തിഹാദ് നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ സഹാബി ആരായിരുന്നു? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. ഓപ്ഷൻ ബി. അടുത്തത് 29 പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ആരെയാണ്? 4-1 മദ്ഹബ് സ്വീകരിക്കാത്തവർ. ഓപ്ഷൻ സി. 4-1 മദ്ഹബ് സ്വീകരിക്കാത്തവർ പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 30 എന്താണ്? വദ്ഹിൽഹുൽ ജന്നത വായിദുഹു മിൻ അദാബിൽ ഖബർ. വദ്ഹിൽഹുൽ ജന്നത വായിദുഹു മിൻ അദാബിൽ ഖബർ. ഈ ദുആ നടത്തേണ്ട പ്രത്യേക സമയം എപ്പോഴാണ്? ഓപ്ഷൻ എ. മയ്യിത്ത് നിസ്കാരത്തിലാണ്. മയ്യിത്ത് നിസ്കാരത്തിലെ 3ാം തക്ബീറിന് ശേഷം ചൊല്ലുന്ന ദുആ ഉണ്ട്. അതിലാണ് ഈ ഭാഗം ഉള്ളത്. ഓപ്ഷൻ എ. മയ്യിത്ത് നിസ്കാരത്തിൽ എന്നത്. അടുത്തതിന് ജനറലായിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. 31 ലോക അധ്യാപക ദിനം. ലോക അധ്യാപക ദിനം ഓപ്ഷൻ ബി ഒക്ടോബർ 5.
32 ഈ അടുത്ത് മരണപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഡോക്ടർ ഷേളി വാസു ആണ്. അടുത്തത് 33 90 എന്ന സംഖ്യയോട് യോജിക്കാത്തത് ഏതാണ് അവിടെ 90 എന്ന സംഖ്യയോട് യോജിക്കാത്തത്? 9 × 10 90. പിന്നെ രണ്ടാമത്തത് ബി 3 × 3 9, 2 × 5 10, 10 9 90. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ 2 × 3 അതിനോട് 3 ഇൻറ്റു 5 ചെയ്താലും നമുക്കവിടെ ആൻസർ 90 തന്നെയാണ് കിട്ടുക. എന്നാൽ ഓപ്ഷൻ ഡി അത് നമുക്ക് 90 അല്ല ആൻസർ കിട്ടുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. 34 30ൻ്റെ അഭാജ്യ ഘടകങ്ങൾ. 30ൻ്റെ അഭാജ്യ ഘടകം അതിൽ ഓപ്ഷൻ സി 2 3 5 എന്നതാണ്. 35 സമീറിൻ്റെ കയ്യിൽ 5.3 സെൻറ്റിമീറ്ററും 4.2 സെൻറ്റിമീറ്ററും 6.3 സെൻറ്റിമീറ്ററും എന്നിങ്ങനെ നീളമുള്ള റിബണുകളുണ്ട്. അതിൽ നിന്ന് ഏറ്റവും നീളമുള്ള റിബണിൽ നിന്ന് 2.3 സെൻറ്റിമീറ്റർ വെട്ടി ബാക്കി എത്ര സെൻറ്റിമീറ്റർ റിബൺ അവൻ്റെ കയ്യിലുണ്ടാകും? അപ്പോൾ നമുക്കവിടെ അതിൻ്റെ ആൻസർ കണ്ടെത്താൻ അവൻ്റെ കയ്യിലുള്ള എല്ലാ റിബണിൻ്റെ സെൻറ്റിമീറ്ററും കൂടി പ്ലസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത 2.3 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്താലും മതി. അല്ലെങ്കിൽ എഴുതുമ്പോൾ ആ വലിയ റിബണിൽ നിന്ന് 2.3 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ബി 13.5 സെൻറ്റിമീറ്റർ എന്നതാണ്. 36 താഴെയുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് അതിൽ താഴെയുള്ളത് പ്രസ്താവന തെറ്റായത്? അവിടെ ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ഒരേ അംശമുള്ള ഭിന്നസംഖ്യകളിൽ ഛേദം വലുതായ ഭിന്നസംഖ്യ ചെറുതായിരിക്കും. ഒരേ അംശമുള്ള ഭിന്നസംഖ്യകളിൽ ഛേദം വലുതായ ഭിന്നസംഖ്യ ചെറുതായിരിക്കും എന്നാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? 37 80 സെൻറ്റിമീറ്റർ 70 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ ഉള്ളളവുകളുള്ള ഒരു വാട്ടർ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 80 70 90 സെൻറ്റിമീറ്റർ ഉള്ളളവുകളുള്ള ഒരു വാട്ടർ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ്. എത്രയാണ്? അവിടെ എല്ലാ സെൻറ്റിമീറ്ററിൻ്റെയും സീറോകൾ ഒഴിവാക്കിയാണ് നമുക്ക് ഇൻറ്റു ചെയ്താൽ മതി. 8 × 7 × 9 ഇൻറ്റു ചെയ്താൽ നമുക്കവിടെ അതിൻ്റെ ആൻസർ കിട്ടും 504 ലിറ്റർ എന്നതാണ്. ഓപ്ഷൻ എ. അടുത്ത 38 പഞ്ചസാര തന്മാത്രയിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം. പഞ്ചസാര തന്മാത്രയിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം. അപ്പോൾ അവിടെ ഓപ്ഷൻ ബി 22 എന്നതാണ്. ഓപ്ഷൻ ബി. അടുത്തത് 39 കൂട്ടത്തിൽപ്പെടാത്തത്. താഴെയുള്ളതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണെന്നാ? ഉപ്പുലായനി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, നാരങ്ങാവെള്ളം, സോഡാവെള്ളം. അതിൽ പെടാത്തത് അവിടെ ഓപ്ഷൻ സി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയാണ്. അടുത്തത് 40 കപടഫലം അല്ലാത്തത് ഓപ്ഷൻ എ മാങ്ങ. കപടഫലമല്ലാത്തത് ഓപ്ഷൻ എ ആണ്. അടുത്ത 41 നിയോഡീമിയം കാന്തങ്ങളുടെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ ബി കൂടുതൽ ശക്തിയുള്ളതാണ്. അത് കൂടുതൽ ശക്തിയുള്ളതാണ്. 42 എന്താണ് അറ്റക്കാമ? ഓപ്ഷൻ സി ഏറ്റവും വരണ്ട മരുഭൂമിയാണ്. ഏറ്റവും വരണ്ട മരുഭൂമി എന്നതാണ് അറ്റക്കാമ. അടുത്ത 43 ഭൗതിക മൂലധനത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി യന്ത്രങ്ങൾ എന്നതാണ്. ഭൗതിക മൂലധനത്തിൽ ഉൾപ്പെടുന്നത് യന്ത്രങ്ങളാണ്. 44 ഉണക്കിയെടുത്ത റബ്ബർ ഷീറ്റ് കട്ടിയുള്ളതാകുന്ന പ്രക്രിയയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ വാക്കനൈസേഷൻ എന്ന ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 45 ഭിന്നതകളെ ഉൾക്കൊള്ളാനും വൈവിധ്യത്തിൽ ഐക്യം എന്നതാണ് അവിടെ. ഐക്യം എന്നാണ്, കുഴപ്പമില്ല. കണ്ടെത്താനുമുള്ള കഴിവിലാണ് ഇന്ത്യയുടെ ശക്തി കുടികൊള്ളുന്നത്. ഇതാരുടെ വാക്കുകളാണ് എന്നാണ്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. അടുത്ത 46 ശബ്ദം ശരിയായി കേൾക്കുന്നതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന അസ്ഥി ഏതാണ്? ഓപ്ഷൻ എ സ്റ്റേപ്പിസ് എന്നതാണ്. 47 പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. ഓപ്ഷൻ ഡി മരാസ്മസ്. 48
വെൻ ഐ അറൈവ്ഡ് ഡാഷ് ദ ഡോർ ഓഫ് മൈ ക്ലാസ് റൂം മൈ ടീച്ചർ ഡാഷ് മീ എ ബിഗ് സ്മൈൽ. അവിടെ ഓപ്ഷൻ സി അറ്റ് ഗൈവ്. അവിടെ അറൈവ്ഡ് അറ്റ് ദ ഡോർ ഓഫ് മൈ ക്ലാസ് റൂം മൈ ടീച്ചർ ഗൈവ് മീ എ ബിഗ് സ്മൈൽ. ഓപ്ഷൻ സി ആണ്. അടുത്ത 49. അറേഞ്ച് ദ വേർഡ്സ് ടു കറക്റ്റ് സെൻറ്റൻസ്. താഴെ തന്നത് അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്റൻസ് ആക്കാനാണ്. അവിടെ ഓപ്ഷൻ സി കിഡ്സ് ക്യാൻ എൻജോയ് റീഡിങ് ഫൺ സ്റ്റോറീസ് എന്നതാണ്. കുട്ടികൾക്ക് തമാശ കഥകൾ വായിച്ച് ഉല്ലസിക്കാൻ കഴിയും എന്നതാണ്. അടുത്തത് 50. ദൈനംദിന പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടെ ചെയ്യാനുള്ള വ്യക്തിയുടെ കഴിവാണ് എന്ത്? ഓപ്ഷൻ എ കായികക്ഷമത. കായികക്ഷമത എന്നതാണ് അവിടെ കറക്റ്റ്. അപ്പോൾ എത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്? എല്ലാവരും മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഉത്തരങ്ങളൊക്കെ പറയുന്നതൊക്കെ മാറിപ്പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.